അനക്ക് കഴിവില്ല മോളെ, അനക്ക് കഴിവില്ല. ഡയലോഗ് പറയട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ പിന്നെയും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് ഗൈസ്, അങ്ങനെയൊക്കെ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലൈക്കും അതേപോലെ വ്യൂവും കിട്ടിയ ചലഞ്ചാണ് നമ്മൾ സീക്രട്ട് ടെന്നി ചലഞ്ച്. അപ്പൊ അതിന്റെ പാർട്ട് 2 അന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ട് കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടാ കരുതി, പക്ഷെ വൈകിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ അത് എടുത്ത് ഇടാന്ന് കരുതുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ആ ചലഞ്ച് കാണാത്തവരാണെങ്കിൽ നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും തീർച്ചയായും പോയി കാണുക. അപ്പൊ ഇത് അതിന്റെ പാർട്ട് 2 ആണ് ഗൈസ്, അല്ലെ? എന്തൊരു ഉഷാറിയാത്ത 2 ആണ് പറ. ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളവരായിരിക്കും എല്ലാ പോലെ നമ്മളെ ചലഞ്ചിന്റെ വിന്നർ. അവർക്ക് നമ്മള് ലാസ്റ്റ് സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ഒരാൾ ഇവിടെ എടുത്ത് ചാടിയത് നിങ്ങൾ ആദ്യം കേട്ടത് ഗൈസ്. അപ്പൊ നമുക്ക് ആരാണ് ആദ്യം ആ ബാ പൊത്തി വെക്കാനുള്ള ആർക്കാണ് എന്നുള്ള ആ ഭാഗ്യശാലിനെ കണ്ടെടുത്താനായി നമുക്ക് റോക്ക് പേപ്പർ കളിച്ച് തീരുമാനിക്കാം. ബാ, rock paper pencil scissor. ഓളാണ് ഗൈസ് രഹസ്യം വരാൻ ഒളിഞ്ഞ വായ അടിച്ച് പൊത്തി പിടിക്കാൻ പോണ്. ടെക്സ്റ്റ് ബുക്കില് കളറ് കൊടുത്തു. വാവാ എന്റെ ടെക്സ്റ്റ് ബുക്കിൽ വാവ കളർ കൊടുത്തു. എനിക്കൊരു പോയിന്റ് ഉണ്ട്, ബാബയ്ക്ക് 0 പോയിന്റ് ആണ്. ഗായ്സ്, ഇനി ഞാനാണ് ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. ഇന്നലെ മോട്ടർ ഓഫ് ആക്കാൻ പറഞ്ഞത് കുഞ്ഞേച്ചിയാണ്. കയ്യിരിപ്പ് നന്നാവണേ. ഇവത്തെ സ്കോർ നിര 1-1-0. അടുത്ത ആരാ നോക്കാം. നമുക്ക് റോക്ക് പേപ്പർ കളിക്കാം. റോക്ക് പേപ്പർ പെൻസിൽ സീസർ. റോക്ക് പേപ്പർ പെൻസിൽ സീസർ. അല്ല, ഞാൻ എന്തിനാ കളിക്കണേ? റോക്ക് പേപ്പർ പെൻസിൽ സീസർ. ശ്രീകുട്ടി. ശ്രീകുട്ടിയുടെ വായാണെങ്കിൽ നമ്മൾ പൊക്കാളത്. ഇനി വാവയാണ് ശ്രീകുട്ടിക്ക് രഹസ്യം പറഞ്ഞു കൊടുക്കാനുള്ളത്. ചെവി കൊടുക്കാട്ടെ. ഇന്റെ പഴയ ഡ്രസ്, പുതിയ ഡ്രസ് വാവാ. ഇന്റെ പുതിയ ഡ്രസ് വാവാ. ഇടുന്നതിന്റെ മുമ്പേ ഇട്ടോ. ഇന്റെ ഡ്രസ് ഇന്ന തജ്ജ സ്കോണില 1-1-1. 3 ഒന്നുകൾ. ഞാനാണ് സിഗുടിക്കാണ് ഇങ്ങോട്ട് കാട്ടെ. ഞാൻ നേരത്തെ മറന്നുപോയി. അത് നിന്റെ മുടി ചേച്ചി ബാച്ച് എടുത്തു.
എന്നിട്ട് ഇന്റെ തലേക്കിട്ടു. ഓളൊന്നും ചെയ്യാത്ത പോലെയാണ് ഓള് പറഞ്ഞത് കേട്ടോ. ഓള് ഭയങ്കര സത്യവതിയാണ്. ഞാൻ നല്ല കുട്ടിയാണ്. ഗൈസ് ഇപ്പോഴത്തെ സ്കോർ നില 2-1-1. അടുത്തത് ഗൈസ് ഇനി വാവക്കുട്ടന്നെയാണ് സീക്രട്ട് നമ്മള് പറഞ്ഞു കൊടുക്കാനുള്ളത്. വാവയും കൂടി ഉള്ളൂ പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് പോയിന്റ് നില എന്താണ് നോക്കാം. ഇത് ഞാൻ വാവയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പോവാ. അടങ്ങിക്കോടി. ഇന്റെ മഞ്ച് നെക്ലേസ് കുഞ്ഞേച്ചി പൊട്ടിച്ചു കത്തിച്ചു ഇട്ടോക്കിയോണ്ട് ഇട്ടോ. ഈ വന്ന് നോക്കിയപ്പോ എന്റെ നെക്ലേസ് പൊട്ടി കിടക്കണ കണ്ടു. എന്താ രസയോ. ഞാൻ പൊട്ടിച്ചാണ് പറഞ്ഞു. ശരിക്കും പൊട്ടിച്ചിട്ടുണ്ടാവുന്നേ. എന്താ ഇതിപ്പോ സംഭവം. എന്താ ഉദ്ദേശിച്ചത്. എന്റെ പുതിയ നെക്ലേസ് ഞാൻ ഇട്ടു. എന്നിട്ട് പിന്നെ അത് പൊട്ടി. ഇവളെ പുതിയ നെക്ലേസ് ഞാൻ ഇട്ടു. എന്നിട്ട് അത് പൊട്ടി. എന്നിട്ട് ഞാൻ അത് കൊണ്ടുപോയിട്ട് എന്റെ അറയെ കൊണ്ടുവച്ചു. അന്നിന്നെ ചീത്ത പറഞ്ഞത് അറിയാതെ ചീത്ത അറിയും. ഞാൻ എന്നോട് എത്ര വട്ടം പറഞ്ഞു ഞാനല്ലാന്ന്. ഗൈസ് ഇവർ പരസ്പര ബന്ധം ഇല്ലാത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. സീക്രട്ട് പറഞ്ഞ രസമാണ് എന്നാണ് ഇവരെ വിചാരം. കണ്ട് പറയല്ലേ ഇപ്പോഴാണ് ഇത് അർത്ഥം മനസ്സിലായത്. ഞങ്ങൾ സത്യം പറയുന്ന പറയാറില്ല. അതെ അതെ സത്യസന്ധരും നന്മയും ഉള്ള കുട്ടികളാണ് ഇവർ. വേണ്ടത്. അപ്പൊ ഇപ്പത്തെ സ്കോർ 2-2-1. ഗൈസ് ഇനി ഞാനാണ് ആൾക്ക് സീക്രട്ട് പറഞ്ഞു കൊടുക്കാറ്. ഞാൻ എനിക്ക് മതി മഴ വന്നപ്പോ മഴത്തുള്ളി ഗൈസ് എന്താ കാര്യം സംഭവം എന്താന്ന് വെച്ചാല് അച്ഛന്റെ മഴ ചെയ്തപ്പോ ഞാൻ എന്ത് ചെയ്തു അച്ഛന്റെ കേളും കൂടി എടുത്തു പോയി ഗൈസ്. അപ്പൊ അതിന്റെ പിടിന്റെ കയ്യിൽ നിന്ന് വീണിട്ട പിടി പൊട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു അത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് വെറുതെ അങ്ങനെ വെച്ചിട്ട് ഞാൻ അത് കൊണ്ടുവച്ചു. അതെന്ത് ചെയ്തു ഇവള് മഴ ചെയ്തപ്പോ ഇവള് എടുത്ത് നിർത്തി ഇവിടെ ഇന്ന് ഓൾറെഡി പൊട്ടിക്കിടക്കണ സാരം പിന്നെ എന്ത് ചെയ്തു പൊട്ടിക്കൈ. അപ്പൊ എന്ത് ചെയ്തു ഞാൻ ഇത് ഇവിടെ തലേക്കണ്ട് ചാർത്തി. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കാലക്കോട് ചെയ്തു. അതൊരു പൊട്ടിയപ്പോ അച്ഛന്റെ കൈ നോക്കി കേൾക്കേണ്ടതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു ഗൈസ് സീക്രട്ട് ഗൈസ്. അപ്പൊ ഇപ്പത്തെ സ്കോറിന് എന്താ വെച്ചാ 1-2-3. യൂതായി ഗൈസ് ബാബുന് സെക്കൻഡ് ആണ്. ഗൈസ് ബാബ ഈ റൗണ്ടിൽ സെക്കൻഡ് ആണ്. ലാസ്റ്റ് ഫസ്റ്റ് ഗോസ് ടു ശ്രീകുട്ടി. കൈ അടിക്കൂ. സെക്കൻഡ് ഗോസ് ടു കൈ അടിക്കൂല. ഫസ്റ്റ് കിട്ടിയ എനിക്കാണ്. അപ്പൊ ഗിഫ്റ്റ് തരാൻ പോയി. കൈ അടിക്കൂ. അപ്പൊ ഗൈസ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ബേസിക്കിന്റെ ഒരു പെൻസിൽ പെൻ ഒക്കെ കൂടിയുള്ള ഒരു സെറ്റ് ആണ്. ഗിഫ്റ്റ് എടുക്കാം എനിക്കാണ്. അപ്പൊ ഗൈസ് ഇത്ര ഇന്നത്തെ ഈ ഒരു ചലഞ്ച്. പിന്നെ ഒരു കാര്യം പറയുള്ളൂ ഗൈസ്, നമുക്ക് 300ന്റെ മേലെ
സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കൈയടിച്ചാ കൺഗ്രാജുലേഷൻസ്. അല്ല മക്കളെ കൺഗ്രാജുലേഷൻ. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് സ്കൂള് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഓരോ ആഴ്ച, ഞാൻ നേരത്തെ കഴിഞ്ഞ അഞ്ചിലെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ആഴ്ചയിലും നമ്മൾ ഒരു ചലഞ്ച് വീഡിയോ വീതം ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇതിപ്പോ സ്കൂൾ തുറക്കണേന്റെ മുമ്പ് എടുത്ത ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഇത് എപ്പോഴും അപ്ലോഡ് ആവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന് പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി കമന്റ് ബോക്സ് ഓഫ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചാനലിനും പോസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പൊ പോസ്റ്റിൽ പോയി കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.